1,00,000 രൂപയുടെ മുകളിലൊക്കെ കൊടുത്തൊരു ഫോൺ എടുക്കുമ്പോൾ അത് സാംസങ് അല്ലെങ്കിൽ ആപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഷവോമി വിവോ ഒന്നും എടുക്കരുത് എന്നുള്ള അഭിപ്രായം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലരുടെയും വിചാരം ആ ഒരു റേഞ്ചിലൊക്കെ പോയാൽ ആ ഫോണിന് ക്വാളിറ്റി ഉള്ളൂ എന്നൊക്കെയാണ്. ചിലരൊക്കെ ബ്രാൻഡ് വാല്യൂ മാത്രം നോക്കിയെടുക്കുന്നവരുണ്ട്. എന്നാലും ശരിക്ക് നമുക്കിന്ന് ഒരു ഫോൺ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. 1,45 1,45,000 വരുന്ന iPhone 16 Pro Maxുമായിട്ട് നമ്മൾ 1,09,000 വരുന്ന Xiaomi 15 Ultra എന്ന ഫോണിനെ കമ്പയർ ചെയ്യാൻ പോവാം. എന്തായാലും ആദ്യമായിട്ടാണ് ഞാനൊരു Xiaomi ഫോണിനെ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും 1,09,000 രൂപയ്ക്ക് Xiaomi തരുന്ന സംഭവങ്ങളുടെ 7 അയലക്കത്ത് വരുമോ iPhone 16 Pro Maxിലുള്ള സംഭവങ്ങളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, ഓരോ ഘടകങ്ങളായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ രണ്ട് ഫോണുകളുടെ ഡിസൈൻ. ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ട് തീരുമാനിക്കാം. ഈ ഒരു വലിയ ക്യാമറ മോഡ്യൂൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എന്നുള്ളത് സത്യമാണ്. സോ നിങ്ങൾക്ക് അത് ഇഷ്ടമാവുമെന്ന് നോക്കുക. ബട്ട് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതിനെ സഹിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും ഡിസൈനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഐഫോൺ. ഇതാകുമ്പോൾ ക്വാഡ് കർവ്ഡ്, 4 വശത്തേക്കും ചെറുതായിട്ട് കർവ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോ കർവ്ഡ് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയാം. ആ രീതിയിലുള്ള നല്ല ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഒന്നും സൈഡിൽ ഈ ബോർഡർ ഉള്ളതായിട്ട് കാണുക തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫോണിൻ്റെ എല്ലാ സൈഡും ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ ഒരു ബോർഡർലെസ് ആയിട്ടൊരു ഫുൾ ഡിസ്പ്ലേ പോലെ തന്നെ തോന്നുന്ന തരത്തിലാണ് Xiaomi 15 Ultra. ഒരുപാട് ഫോണുകൾ ഇപ്പോൾ ഈ രീതിയിൽ വരുന്നുണ്ട്. ഐഫോൺ വലിയ കഥയൊന്നുമില്ല, ആ പഴയ ഡിസൈൻ തന്നെയാണ്. കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നുണ്ട്. എന്നാലും അത് മോശമൊന്നുമില്ല, തീർച്ചയായിട്ടും നല്ലതാണ്. സോ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ ഈ കാണുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക. പ്രീമിയം ഫീൽ, കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു പക്ക പ്രീമിയം ഫീൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐഫോണിന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത് മോശമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. വെയിറ്റും തിക്നെസ്സും ഒക്കെ നോക്കിയാൽ ഏകദേശം രണ്ടും വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരേപോലെ തന്നെ രണ്ടും നല്ല വെയിറ്റ് ഉണ്ട്. 220 ഗ്രാമിൻ്റെ റേഞ്ചിലുള്ള വെയിറ്റ് രണ്ട് ഫോണുകൾക്കും ഉണ്ട്. രണ്ടും അത്യാവശ്യം തിക്നെസ് ഉള്ള ഫോണുകൾ തന്നെയാണ്. ക്യാമറ മോഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ് ഫീൽ ചെയ്യുന്നത്. ഇത് അത്രയും ഇല്ലെന്ന് പറയാം. എന്നാലും രണ്ടും തിക്നെസ്സും വെയിറ്റും ഒക്കെ ഉള്ള ഫോണുകളാണ്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് ഫോണുകളുടെ ഡിസൈനും കംഫർട്ടും ഒക്കെ. ക്യാമറ, അതിലിത് ഏതാണ് ബെറ്റർ? അതായത് ഐഫോൺ ആണ് ക്യാമറയ്ക്ക് ടോപ്പ് എന്നാണ് നമ്മുടെ ഒരു ധാരണ പൊതുവെ. S200 Pro ഉണ്ട്, പക്ഷേ എന്നാലും അതിൽ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഐഫോൺ എന്ന ഒരു ചൈവിലേക്ക് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്കിതെല്ലാം കമ്പയർ ചെയ്യാൻ നോക്കാം. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഇത് വൈഡ് ആംഗിൾ ക്യാമറ ഇമേജാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. ഐഫോണിൽ ഇച്ചിരി കളർ കൂടുതൽ കാണിക്കുന്നുണ്ട്, എന്നാലും രണ്ടും മോശമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അങ്ങോട്ട് 1x, അതേപോലെ 3x, 5x അങ്ങനെ 3ലേക്ക് ഞാൻ സൂം ചെയ്ത് ഫോട്ടോ എടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ സൂമിങ്ങിലേക്ക് വരുമ്പോൾ റിസൾട്ട്. ഏതാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയത്? രണ്ടും എനിക്ക് നല്ല ക്വാളിറ്റിയാണ് തോന്നിയത്. ഡേ ലൈറ്റിലൊന്നും ഒരു വ്യത്യാസവും പറയാനില്ല. സോ അപ്പോൾ സൂം ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് രണ്ടും ഒരേപോലെയാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു X200 എന്ന് പറയുന്ന സംഭവം പിന്നെയും അങ്ങോട്ട് ഒരുപാട് സൂം ചെയ്യാൻ പറ്റും. അതായത് ഞാനിവിടെ ഹൈലൈറ്റ് മാളിൻ്റെ ഹൈലൈറ്റ് ബോർഡിലേക്ക് ഞാൻ സൂം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഐഫോൺ നല്ല ക്വാളിറ്റിയാണ്, രണ്ടും നല്ല ക്വാളിറ്റിയിൽ സൂം ആവുന്നുണ്ട്. ബട്ട് നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ സൂമിങ് അവിടെ തീർന്നു 30x. പക്ഷേ Xiaomi കൊണ്ട് നമുക്ക് പിന്നെയും സൂം ചെയ്ത് ആ മാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന രീതിയിൽ പറയാം. ക്വാളിറ്റി എന്തായാലും രണ്ടും നല്ലതാണ്. പിന്നെ ഞാൻ ഈ രണ്ട് ഫോൺ കൊണ്ടും സൺലൈറ്റിന് ഓപ്പോസിറ്റ് നിന്ന് ഫോട്ടോ എടുത്തു. അതായത് ഞാൻ നേരെ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വന്നിട്ട് രണ്ട് ബിൽഡിങ്ങുകളുടെ ഫോട്ടോ എടുത്തതാണ്. പക്ഷേ ഡയറക്റ്റ് ഫ്രണ്ടിലാണ് സണ്ണ് നിൽക്കുന്നത്. എന്നാലും രണ്ടും നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ടല്ലേ. 5x സൂം ചെയ്തെടുത്തപ്പോഴും രണ്ട് ബിൽഡിങ്ങുകളും ക്ലിയർ ആണ്. എങ്കിലും Xiaomiയിലെ ബിൽഡിംഗ് അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റിയിൽ വന്നിട്ടുണ്ട്. സോ ബെറ്റർ ലൈറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബെറ്റർ Xiaomi ആണെന്ന് പറയാം. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും ഡീസൻ്റ് ആണ്. പക്ഷേ ഐഫോൺ എപ്പോഴും ഒരു ഇച്ചിരി ഡാർക്കർ സൈഡിലേക്ക് പിടിക്കും. എനിക്കത് വലിയ ഇഷ്ടമല്ല. പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗംഭീരമാവട്ടോ. പക്ഷേ നോർമലി കിട്ടുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Xiaomi ആയിരിക്കും നല്ലത്. ഞാനിവിടെ ഒന്നിലധികം ഇമേജുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെയും എനിക്ക് Xiaomi തന്നെയാണ് കുറച്ച് നന്നായിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ അത് സോഷ്യൽ മീഡിയ റെഡി എന്ന രീതിയിലാണ് അത്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് ആൻഡ്രോയിഡ് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്ത് ഈ ഫോൺ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ടൈമിലും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇതിലെ ഫോട്ടോസാണ് ഇഷ്ടപ്പെടാറ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നപ്പോൾ ചില സാമ്പിൾ കാണുന്നത് ഇവിടെ കാണുന്നത്. രണ്ടും നന്നായിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി നല്ലത് Xiaomiയിലെ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ഈ ഒരു റൂമിലെ ഒരു വാം ലൈറ്റ് തന്നെയാണ്. പക്ഷേ ഐഫോണിൽ കാണുന്ന അത്രയും ഒരു വാം ലൈറ്റ് ഇല്ല. അത് മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ട്. ബട്ട് ഇതിൽ ഒരു ലൈറ്റ് വാം കളർ, അതാണ് ശരിക്കുള്ളൊരു റൂമിനകത്തെ കളർ. സോ അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. കളർ കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് Xiaomiയിലാണ്. ഒരു നാച്ചുറൽ, ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ്. വളരെ ക്ലോസ് റേഞ്ചിലേക്ക് ഒരു പോർട്രേറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ ഇമേജാണ്. രണ്ടും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഉണ്ട്. ലൈറ്റ് കുറവുള്ള സിറ്റുവേഷനിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്. ഒരു ടഫ് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. സെൽഫി ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടിലേക്കും വരുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. ഇതിൽ Xiaomiയുടെ ഇത്തിരി വാം കളർ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ ചുറ്റും ഒരു വാം ലൈറ്റ് ഒക്കെ ഉണ്ട്. എല്ലാ ബൾബുകളും ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് കൂട്ടി കാണിക്കുന്നുണ്ട് ഐഫോൺ, Xiaomi കുറച്ച് കാണിക്കുന്നുണ്ട്. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് അതിൻ്റെ ശരിക്കുള്ളൊരു കളർ എന്ന് പറയുന്നത്. സോ സെൽഫി ക്യാമറ നൈറ്റ് സിറ്റുവേഷനിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്.
എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. ഇനി രണ്ട് ഫോണുകളുടെയും വീഡിയോ ക്വാളിറ്റി നോക്കിയാലോ. ഇതൊരു വലിയ ഘടകമാണ്. എപ്പോഴും ഐഫോണാണ് വിൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ മെയിൻ ക്യാമറ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹൈലൈറ്റ് മാള് ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പാൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും ഏറെക്കുറെ ഒരേപോലെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഐഫോൺ നല്ലത്, ഷവോമി മോശം എന്നൊന്നും പറയാനില്ല. വീഡിയോ നന്നായിരിക്കുന്നു രണ്ട് ഫോണിലും. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും അത്യാവശ്യം നന്നായിട്ടില്ലേ? സാധാരണ വീഡിയോയ്ക്ക് ഐഫോൺ അടിപൊളി എന്ന് പറയാറുണ്ട്, ബട്ട് ഇവിടെ നമുക്ക് രണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ചില ഈ പല ലൈറ്റ് മാറി മാറി വരുമ്പോൾ ഈ പാൻ ചെയ്തെടുക്കുമ്പോൾ പല ലൈറ്റ് മാറി മാറി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഷവോമിയുടെ ഇമേജ് ഡാർക്കറായി പോവും, സ്കിൻ ടോൺ മിസ്സാവും. അവിടെയൊക്കെ ഐഫോൺ ഒരു സ്റ്റെബിലിറ്റി തരാറുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഐഫോൺ വീഡിയോയ്ക്ക് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ആ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഷവോമി മേക്കപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഇൻഡോറിലെ സാമ്പിൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഇവിടെയും ഐഫോൺ തന്നെയാണ് കുറച്ച് ലീഡ് ചെയ്യുന്നത്. വീഡിയോ എന്ന് പറയുമ്പോൾ രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. പല ലേറ്റ് എൻ്റെ പുറകിൽ ലേറ്റ് വരുന്ന രീതിയിലൊക്കെ ഞാൻ നിൽക്കുമ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ ഐഫോൺ നിൽക്കുന്നുണ്ട്. പക്ഷേ ഷവോമി മോശമൊന്നുമല്ല, അടിപൊളിയായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് നോക്കുക. കാരണം 1.45 കൊടുക്കണ്ട, 1.9 ഈ ഐറ്റം കിട്ടും. സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് എൻ്റെ ഷർട്ടിൻ്റെ ആ ഒരു കളർ, വൈറ്റ് കളർ ഷർട്ട്, അത് കൃത്യമായിട്ട് കാണിക്കുന്നത് ഷവോമി അല്ലേ. ഇവിടെ ഐഫോൺ കുറച്ച് ബ്ലോൺ ഔട്ട് ആയിരിക്കുന്നു. ബെറ്റർ സെൽഫി വീഡിയോ ഷവോമിയിലാണ്. എക്സ്പോഷർ കണ്ടോളൂട്ടോ ഞാൻ പറയുന്നത്. സോ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ ഒരു വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് രണ്ടും ഏകദേശം നന്നായിട്ട് നിൽക്കുന്നുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. ഷവോമി കുറച്ചും കൂടി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു സെൽഫിയുടെ കാര്യത്തിൽ. ആപ്പിൾ ഇവരുടെ സെൽഫി ക്യാമറ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വളരെയധികം ഉണ്ട്. അത് അടുത്ത തവണ ചെയ്യുമെന്ന് പറയുന്നു. 24 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് 17 സീരീസിൽ വരുന്നതെന്ന് പറയുന്നു. ഇനിയും മാറ്റില്ലെങ്കിൽ പിന്നെ ഇത് ആരും സെൽഫിക്ക് നോക്കൂല എന്നാണ് തോന്നുന്നത്. കാരണം അത് ഇമ്പ്രൂവ് ആവേണ്ട സമയം കഴിഞ്ഞു. ഞാനിവിടെ എൻ്റെ കാറിലേക്ക് കയറി ഇരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അതിനകത്തേക്ക് കയറുമ്പോൾ എക്സ്പോഷർ മാറി മറിഞ്ഞൊക്കെ വരുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഐഫോൺ പക്ക സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. ഷവോമി മോശമല്ലാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. സോ വീഡിയോ ഞാൻ പല സിറ്റുവേഷനിലൊക്കെ എടുത്ത് കാണിച്ചു. ഇപ്പോൾ രണ്ടും നന്നായിട്ടുണ്ട്. അതിൽ ഐഫോൺ കുറച്ച് ബെറ്റർ തന്നെയാണ്. ഈ പല രീതിയിൽ സൂം ചെയ്ത് പാൻ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ലൈറ്റ് മാറി മറിഞ്ഞ് വരുമ്പോഴും ഐഫോൺ സ്റ്റേബിൾ ആണെന്നുള്ളതാണ് ഐഫോണിൻ്റെ ബെനിഫിറ്റ്. സോ വീഡിയോയ്ക്ക് നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ സ്റ്റിൽ ഐഫോൺ തന്നെയായിരിക്കും ബെറ്റർ. ബട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റിയും കൂടുതൽ ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ നല്ലത് ഷവോമി ആണെന്ന് തോന്നുന്നു. ബട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വെച്ചുകൊണ്ട് തീരുമാനിക്കുക, എന്നിട്ട് ചൂസ് ചെയ്യുക. ഇനി രണ്ട് ഫോണുകളിൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Elite ആണ് ആപ്പിളിൻ്റെ A18 പ്രോയേക്കാൾ ബെറ്റർ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും 8 Elite എന്ന് പറയുന്നത് ഈ ഷവോമിയുടെ അല്ല, അത് സ്നാപ്ഡ്രാഗൺ 8 Elite ആണ്. അത് ഇവിടെ ഒരുപാട് ഫോണുകളിൽ കാണുന്നുണ്ട്. തീർച്ചയായും 50,000-60 രൂപ റേഞ്ചിൽ IQ, OnePlusലൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ് ഇതിൽ 1.9 കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ 1.45 ഐഫോൺ എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും നല്ലൊരു ക്യാമറയും ഈ പറഞ്ഞ ടോപ്പ് ലെവൽ പെർഫോമൻസും കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഗെയിമൊക്കെ കളിച്ച് കാണിക്കുന്നുണ്ട്, വിഷയമൊന്നുമില്ല. രണ്ട് ഫോണും ഗെയിമിംഗ് ആയാലും എന്ത് പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്നുണ്ട്. iOS ആയിക്കോട്ടെ, ഷവോമിയുടെ ഹൈപ്പർഓഎസ് ആയിക്കോട്ടെ, യൂസർ എക്സ്പീരിയൻസിലൊന്നും ഒരു വിഷയമില്ല. ഹൈപ്പർഓഎസ് ഒക്കെ വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ആനിമേഷനൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നു പോകുന്ന തരത്തിലേക്കൊക്കെ അവർ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആനിമേഷൻസ്. സോ നൈസായിട്ടുള്ള കാര്യങ്ങൾ UI അതുപോലെ യൂസർ എക്സ്പീരിയൻസ് രണ്ടിലും വരുന്നുണ്ട്. ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് പരത്തുന്നില്ല, കാരണം രണ്ടും പക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്. ഇതിൻ്റെ പെർഫോമൻസ് ടോപ്പ് ടയർ തന്നെയായിരിക്കും. ഡിസ്പ്ലേ ആണെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏതിലായിരിക്കും? തീർച്ചയായിട്ടും ഷവോമിയിലാണ്, ഐഫോണിലല്ല. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഷവോമിയിൽ ഒന്നാമത് ഈ ക്വാഡ് കർവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ നൈസായ ഒരു ഫീൽ തരുന്നുണ്ട്. പ്ലസ് സൺലൈറ്റിലൊക്കെ പോകുമ്പോൾ നല്ല ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും ഷവോമിയുടെ ഡിസ്പ്ലേയിൽ. ഇതിൽ അത്രയില്ല. മാത്രമല്ല റിഫ്ലക്ഷൻ വളരെ കൂടുതലാണ് ഐഫോണിലെന്ന് തോന്നുന്നു. അടുത്ത തവണ അവരത് മാറ്റേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ബ്രൈറ്റ്നസ് എല്ലാം നോക്കിയാൽ തന്നെയും അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഷവോമിയിൽ കാണാം. സോ ബെറ്റർ ഡിസ്പ്ലേ, ഒരു ഡൗട്ടും വേണ്ട, ഇത് ഷവോമിയാണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഇൻഡോർ യൂസേജിനൊന്നും ഒരു വിഷയമില്ല കേട്ടോ. അതൊക്കെ രണ്ടും സെയിം ആണ്. വീഡിയോ ഒക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്, നൈസാണ്. ബട്ട് ഔട്ട്ഡോർ ചെല്ലുമ്പോഴാണ് ഈ ഒരു ഡിഫറൻസ് എനിക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തത്. നന്നായിട്ട് ഷവോമി പെർഫോം ചെയ്തു. 6.7 ഇഞ്ച് വരുന്ന ക്വാഡ് HD പ്ലസ് ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഷവോമിയിൽ വരുന്നത്. 3200 ബ്രൈറ്റ്നസ് ആണ് അതിൽ വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കാരണം. ഇതിൽ വരുന്നത് 2000 ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ വിസിബിലിറ്റി, സൺലൈറ്റിലെ വിസിബിലിറ്റിയിൽ വന്നത്. സോ രണ്ടും നല്ലതാണ്. അതിൽ തീർച്ചയായിട്ടും ബെറ്റർ ഷവോമി തന്നെയാണ്. ബാറ്ററി ലൈഫിലേക്ക് നോക്കിയാൽ ഇവർ ബാറ്ററി MAH ഒന്നും പറയുന്ന ടീമല്ല. എന്നാലും ബാറ്ററി യൂസേജ് പറയുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെയാണ് തോന്നുന്നത്. ഇതിൽ 5410 mAh എന്ന കൂടിയ ബാറ്ററി ഒക്കെ ഉണ്ട്. പക്ഷേ ഫൈനലി നമ്മൾ ഉപയോഗിച്ചൊരു ഡേ ഉപയോഗിച്ച് കഴിയുമ്പോൾ രണ്ടും ഏറെക്കുറെ ഒരേപോലെ നല്ല ബാറ്ററി ലൈഫ് തരുന്നതായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ 6000-7000 ഒക്കെ വെച്ച് വന്നിരുന്നെങ്കിൽ ഒരു ബെറ്റർ പെർഫോമൻസ് കിട്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ വലിയ വ്യത്യാസമില്ലാത്ത ഒരേപോലുള്ള ബാറ്ററി ലൈഫാണ് തന്നത്. ചാർജിങ്ങിന് നല്ല വ്യത്യാസമുണ്ട്. ഇത് 90 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്, 80 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 20, 25, 35 ഇവിടെ നിൽക്കുന്നത്. ഈ റേഞ്ചിൽ നിന്നും ഇവർ മാറിയിട്ടേ ഇല്ല. അടുത്ത വർഷമെങ്കിലും മാറേണ്ടത് അനിവാര്യമാണ്. സാംസങ് വരെ 45 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവർ മാത്രമാവും ഏറ്റവും കുറഞ്ഞ ചാർജിങ് സ്പീഡ് തരുന്ന ബ്രാൻഡ്. അടുത്ത വർഷമെങ്കിലും മാറ്റിയില്ലെങ്കിൽ, അതായത് iPhone 17 സീരീസ്.
സോ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഇതാണ് അടിപൊളി, ബാറ്ററി ലൈഫും അടിപൊളിയാണ്. സോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു പിടി കിട്ടിയിട്ടുണ്ടാവും. അതായത് ഡിസൈൻ എനിക്കൊരു പ്രീമിയം ഫീൽ ഐഫോണിലാണ്, കംഫർട്ടും കാര്യങ്ങളൊക്കെ തോന്നിയത്. അത് ഒഴിച്ചു നിർത്തിയാൽ ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും ബാറ്ററി ആയാലും ചാർജിങ് മെക്കാനിസം ആയാലും എല്ലാ കാര്യങ്ങളിലും 1,09,000 രൂപയ്ക്ക് തന്നെ അടിപൊളിയായിട്ട് ഷവോമി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി മാത്രമാണ് നമുക്ക് ചിലപ്പോൾ ഇതിലേക്കൊരു ചായ്വ് തോന്നുക. അങ്ങനെ ഞാൻ തിരിച്ച് പറയുന്നില്ല, ഞാൻ എല്ലാ സെക്ഷനുകളും വിവരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? 1.9 കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 1,00,000 മുകളിൽ കൊടുക്കുമ്പോൾ ഐഫോൺ തന്നെ എടുത്താലേ സെറ്റ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ അല്ല, നമുക്ക് ഷവോമി എടുത്താലും വാല്യൂ ഫോർ മണിയാണ്, അല്ലെങ്കിൽ കൊള്ളാം ഞാൻ ഷവോമി എടുക്കാൻ തയ്യാറാണ് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളോട് പോയി എടുക്കാനല്ലാട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ കാരണം 1,00,000 രൂപ റേഞ്ചിൽ സാംസങ് അല്ലെങ്കിൽ ആപ്പിൾ തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഈ പ്രൈസിനും അടിപൊളി ഐറ്റംസ് ഉണ്ട്. സ്റ്റിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് എടുക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും ഒരു യൂട്യൂബർ വന്നിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടു അയാൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പോയി എടുക്കാന്നുള്ളതല്ല. നിങ്ങൾക്ക് ആവശ്യം ഈ സംഭവങ്ങൾ ഈ വിലയ്ക്ക് കിട്ടുന്നത് ഓക്കെയാണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാണ്ട് ഇതാരും എടുക്കണ്ട. വിവോ S200 Proയുടെ കാര്യം പറയുമ്പോഴും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ തന്നെ എടുക്കുക. അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. ഇത് ടോപ്പ് ടയർ തന്നെയാണ്, ഒരു വിഷയവുമില്ല. പക്ഷേ 1,00,000 രൂപയ്ക്ക് ഇത് മോശമൊന്നുമല്ല എന്നുള്ള കാര്യം ഞാനൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് കാണിച്ചു തന്നെന്ന് മാത്രം. ചോയ്സ് നിങ്ങളുടേതാണ്. എന്താണ് നിങ്ങളുടെ ചോയ്സ്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.